നമ്മളെയൊക്കെ ഞെട്ടിച്ചൊരു വാർത്ത തൃശ്ശൂർ പുതുക്കാട് നിന്ന് വന്നത്. നവജാത ശിശുക്കളെ കൊന്ന് കുഴിച്ചുമൂടി എന്നൊരു കേസായിരുന്നു. ഈ കേസിൽ വളരെ വിശദമായൊരു അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് പോലീസ്. ഇന്ന് ഈ കുഞ്ഞുങ്ങളെ അടക്കിയ കുഴികൾ തുറന്ന് പരിശോധിക്കും. പ്രതികളെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തിരുന്നു. അനീഷയെയും ഭവനെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, വളരെ നിസ്സാരമായി രണ്ട് കുഞ്ഞുങ്ങളെ കൊന്നു കുഴിച്ചുമൂടി ആ അസ്ഥികളുമായി പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുക, ഇതിൻ്റെയൊക്കെ ഒരു ഞെട്ടലായിരുന്നു ഇന്നലെ ഈ വാർത്ത വന്നപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത്. ഇനി ഇതിന് പിന്നിൽ കൂടുതലായി എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഇത്ര നിസ്സാരമായി രണ്ട് കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുക എന്നതൊക്കെ എങ്ങനെ സംഭവിച്ചു? എന്താണ് അതിൻ്റെ ഉള്ളിൽ പ്രേരകമായി പ്രവർത്തിച്ചത് എന്നൊക്കെ അറിയേണ്ടതുണ്ട്. ഏത് ഘട്ടത്തിലാണ് ഈ കേസിൻ്റെ അന്വേഷണം നിൽക്കുന്നത്? ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്നത്? ശ്രീജ, ഇന്ന് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നു. കോടതിയിൽ ഹാജരാക്കിയ ശേഷം പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീജ സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം നമ്മളെ ഞെട്ടിക്കുന്ന, കേരളത്തെ ഞെട്ടിക്കുന്ന വാർത്ത തന്നെയായിരുന്നു. അതായത് അവിവാഹിതയായ മാതാപിതാക്കൾ കുറെ കാലമായി റിലേഷൻഷിപ്പിലായിരുന്നു. അവർ ഒന്നിച്ച് താമസിച്ചിരുന്നു. ഇതിൽ ഉണ്ടായിരുന്ന രണ്ട് കുഞ്ഞുങ്ങളെയും കൊന്ന് കുഴിച്ചുമൂടി എന്ന് തന്നെയാണ്. അതും പ്രത്യേകിച്ചും ഇവർ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന്, അത് ഭവിനും അനീഷയും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് ഭവിൻ അസ്ഥികളടങ്ങിയ ബാഗുമായി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതും ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയിരുന്നു എന്ന് വ്യക്തമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതും. അങ്ങനെയാണ് നാടറിയുന്നത് ഇത്തരത്തിൽ ക്രൂരമായ കൊലപാതകമാണ് ഈ ദമ്പതികൾ നടത്തിയത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അങ്ങേറ്റം ക്രൂരമായ കൊലപാതകമാണ്. 2021 ആദ്യത്തെ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നത്. പൊക്കിൾ കൊടി കഴുത്തിൽ ചുറ്റിയാണ് കുഞ്ഞു മരിച്ചതെന്നായിരുന്നു ആദ്യം അനീഷ പോലീസിനോട് പറഞ്ഞിരുന്നത്. അതേസമയം രണ്ട് കുഞ്ഞുങ്ങളെയും 2024 രണ്ടാമത്തെ കുഞ്ഞിനെയും കൊന്നു കുഴിച്ചുമൂടി. ഈ രണ്ട് കുഞ്ഞുങ്ങളെയും ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത് തന്നെയാണ് എന്നാണ് പിന്നീട് പ്രതികൾ പോലീസിൽ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് കുഞ്ഞുങ്ങളെ കുഴിച്ചിട്ട സ്ഥലത്ത് കുഴിയിൽ തുറന്ന് പരിശോധന നടത്തും. ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തും. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നടപടിക്രമങ്ങൾ, അതായത് ഈ അനീഷയെയും ഭവനെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കോടതി ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് നീക്കം. എന്തായാലും 2023 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ ഇവർ ഒന്നിച്ച് താമസിച്ചിരുന്നു. അതിനുശേഷം ഇവർ തമ്മിലുണ്ടായിരുന്ന തർക്കമാണ്, അതായത് അനീഷ ബന്ധത്തിൽ നിന്നും പിന്മാറാൻ തുടങ്ങിയതിനെ തുടർന്നാണ് ഭവിൻ ഇതുമായി ബന്ധപ്പെട്ട ഈ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞുങ്ങളുടെ അസ്ഥി സൂക്ഷിച്ചിരുന്നത്. അതായത് ഈ കുഞ്ഞുങ്ങളെ കൊന്ന ദോഷം തീരാൻ അവർക്ക് മരണാന്തര കർമ്മം ചെയ്താൽ മതിയെന്ന് അനീഷ ഭവിനോട് പറഞ്ഞിരുന്നു. അതിനുവേണ്ടിയാണ് ബാഗിൽ കുഞ്ഞുങ്ങളുടെ അസ്ഥികൾ സൂക്ഷിച്ചിരുന്നത്. ഈ അസ്ഥികൾ തെളിവായി പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് എത്തിയത്. അങ്ങനെയാണ് ഇത്ര നിഷ്ഠൂരമായ ഒരു കൊലപാതകമാണ് അനീഷ നടത്തിയത്. അത് ഭവിൻ്റെയും അനീഷയുടെ മാതാപിതാക്കളുടെയും അറിവോടുകൂടി തന്നെയാണ് എന്ന് തന്നെയാണ് പോലീസ് കണ്ടെത്തൽ. എന്തായാലും FIR 2021 നവംബറിൽ ആദ്യ കുട്ടിയും 2024 രണ്ടാമത്തെ കുട്ടിയെയും കൊന്നു എന്ന് തന്നെയാണ് FIR രേഖപ്പെടുത്തിയത്. രണ്ട് കുഞ്ഞുങ്ങളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ആദ്യ കുട്ടി മരിച്ചു എന്നായിരുന്നു മൊഴിയിരുന്നെങ്കിൽ പോലും പിന്നീട് വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ശ്രീജ, ആജ്ഞ, ഈ സംഭവത്തിൽ ഒരു മറ്റാർക്കെങ്കിലും ഈ വിഷയത്തെക്കുറിച്ച് അറിയാമായിരുന്നു? ആ രീതിയിലൊക്കെയുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 21 വയസ്സാണ് ഇപ്പോൾ ആ പെൺകുട്ടിക്കും പ്രായം. 25 വയസ്സോ മറ്റോ ആണ് ഇവരുടെ പങ്കാളിക്ക് പ്രായം. ഇത് 3 വർഷം മുൻപ് നടന്നു എന്ന് പറയുമ്പോൾ ഇവരുടെ പ്രായം ഇതൊക്കെ പരിഗണിക്കേണ്ടതുണ്ട്. ഇത്ര ക്രൂരമായ ഒരു കുറ്റകൃത്യം എങ്ങനെ ഇത്ര നിസ്സാരമായി ചെയ്യാൻ കഴിഞ്ഞു എന്നതിലേക്കും പോലീസിന്റെ അന്വേഷണം പോകുന്നില്ലേ? തീർച്ചയായിട്ടും ശ്രീജ, കാരണം ശ്രീജ പറഞ്ഞതുപോലെ വളരെ ചെറിയ പ്രായത്തിലാണ്. പക്ഷെ കുറ്റകൃത്യങ്ങൾക്ക് അങ്ങനെ ഒരു പ്രായപരിധി ഉണ്ടോ എന്നുള്ള കാര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ള തരത്തിലാണ് പോലീസ് ഭാഷ്യം. കാരണം ഈ കുഞ്ഞുങ്ങളെ, അതായത് ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിലുണ്ടായ കുഞ്ഞിനെ കൊലപ്പെടുത്താൻ കാണിച്ച ഒരു മാനസികാവസ്ഥ, അത് എന്തായാലും അങ്ങേയറ്റം ക്രൂരമായ മനസ്സിൻ്റെ ഉടമകൾക്ക് അത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങാനാകും, അത്തരം കാര്യങ്ങൾ ചെയ്യാനാകും എന്നുള്ള കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ കാരണം ഇവർ ഇത്തരം റിലേഷൻഷിപ്പിലേക്ക് പോയത് വീട്ടുകാർ അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ, അല്ലെങ്കിൽ അത്തരം റിലേഷൻഷിപ്പിൽ അവർ ഒന്നിച്ച് താമസിക്കും എന്നുള്ള കാര്യം വീട്ടുകാർക്ക് അറിയാമായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ കൊലപാതകം നടത്തിയത് 2021 കാലഘട്ടം പരിഗണിക്കേണ്ടതുണ്ട്. അതേസമയം 2024 പോലീസ് പറയുന്നത് വീട്ടുകാരുടെ അറിവോടുകൂടിയാണ് കൊലപ്പെടുത്തിയത്, കുഞ്ഞിനെ അനീഷ കൊലപ്പെടുത്തിയത് എന്ന്
പറയുന്നുണ്ട്. പക്ഷേ അതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്നുള്ള കാര്യം കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അതിനിയും ഈ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരാനുള്ളൂ. അതേസമയം ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് ഒരു 3 വർഷം മുൻപ് എന്ന് പറയുമ്പോൾ ഒരു 18 വയസ്സ് അല്ലെങ്കിൽ 19 വയസ്സ് അടുപ്പിച്ച് കാണുന്ന ഒരു ആണ് ഈ അമ്മയ്ക്കുള്ളത്. അതുപോലെ തന്നെ ഇയാൾക്കും ഭവിനും ഇപ്പോൾ 25 വയസ്സായിട്ടേ ഉള്ളൂ. 21ാമത്തെ വയസ്സിൽ അയാളും ഇത്തരം ഒരു ക്രൂരകൃത്യത്തിന് മുതിരണമെങ്കിൽ എന്ത് സാഹചര്യമാണ് അതിലേക്ക് നയിച്ചിട്ടുണ്ടാവുക? ഇത്തരത്തിലൊരു ലിവിങ് റിലേഷൻഷിപ്പിലേക്ക് പോയത് അതല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറിയതാണ് അതിന് വിഘാതം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് കുഞ്ഞുങ്ങളെ കൊന്നത്. അതേസമയം ഈ അനീഷ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ തുടങ്ങിയതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. കാരണം ഭവിൻ അങ്ങനെയാണ് പോലീസിനോട് പറഞ്ഞത്. ഇവർ തമ്മിൽ വലിയ തർക്കമുണ്ടായിരുന്നു. ഈ ജൂൺ 28-ാം തീയതി രാത്രിയാണ് ഭവിൻ ഈ അസ്ഥികളും അടങ്ങിയ ബാഗുമായിട്ട് പോലീസ് സ്റ്റേഷനിലെത്തുന്നത്. ഭവിൻ തന്നെയാണ് വെളിപ്പെടുത്തിയത് ഇത്തരത്തിൽ 2 കുഞ്ഞുങ്ങളെയും അനീഷ കൊലപ്പെടുത്തിയത് ഇത്തരത്തിൽ ബന്ധത്തിൽ നിന്നും മറ്റു ബാധ്യതകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ഈ ബന്ധത്തിൽ നിന്നും പിന്മാറുന്നതിൽ മറ്റു ബാധ്യതകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അനീഷ ബന്ധത്തിൽ നിന്നും പിന്മാറുന്ന തരത്തിലേക്ക് നീങ്ങിയപ്പോൾ ഇവർ തമ്മിൽ വലിയ തർക്കമുണ്ടാവുകയും ആ വലിയ തർക്കമാണ് ഒടുവിൽ ഇത്തരത്തിലുള്ള വലിയ വെളിപ്പെടുത്തലിലേക്ക് നീങ്ങിയത് എന്നുള്ളതുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീജ. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കേരളത്തിൻ്റെ മനസാക്ഷിയെ പിടിച്ചു കുലുക്കുന്ന അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന കൊലപാതകങ്ങൾ എന്നൊക്കെ ഓരോ സംഭവങ്ങൾ വരുമ്പോഴും നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഓരോന്ന് പുതിയത് വരുമ്പോൾ അതിനേക്കാൾ ഞെട്ടിക്കുന്ന വാർത്തകളാണ് വരുന്നത്. ഇത് ഏതാണ്ട് 19 വയസ്സും 22 വയസ്സോ 23 വയസ്സോ പ്രായമുള്ള ഒരു യുവാവും യുവതിയും ചേർന്നാണ് അവർക്ക് ജനിച്ച കുഞ്ഞിനെ ആദ്യം കൊന്ന് മറവ് ചെയ്യുന്നത്. തുടർന്ന് ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ സ്വാഭാവിക മരണമായിരുന്നു എന്നൊരു വാദം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തുടർന്നുണ്ടായ കുഞ്ഞിനെ കൂടി ആ തരത്തിൽ തന്നെ കൊലപ്പെടുത്തി ആ അസ്ഥികളുമായി ഒരു ദിവസം രാത്രി പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുക എന്നൊക്കെ പറയുമ്പോൾ സിനിമയിൽ പറഞ്ഞാൽ പോലും നമ്മൾ ചിലപ്പോൾ വിശ്വസിക്കാൻ സാധ്യതയില്ലാത്ത തരം കാര്യങ്ങളാണ്. എന്തായാലും ഇതിൻ്റെ പിന്നിൽ എന്താണ് സംഭവിച്ചതെന്ന് വളരെ വിശദമായി തന്നെ പരിശോധിക്കുകയാണ് പോലീസ്. ഇന്ന് ഈ കുഞ്ഞുങ്ങളെ മറവ് ചെയ്ത സ്ഥലത്ത് വിശദമായ പരിശോധന നടത്തും.